In the last class, we have studied center of mass. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ മാസും ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുക. ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. It is the point where the entire mass of the system is concentrated and where the sum of all the external forces act. Now we are going to see where the center of mass of certain bodies are located. ആദ്യം സർക്കുലാർ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നോക്കുക. ഈ ചിത്രം നോക്കുക, ഇതൊരു റിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക അതിൻ്റെ സെൻറ്ററിലാണ്. സോ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സർക്കുലാർ റിംഗ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റിംഗ്. സർക്കുലാർ ഡിസ്ക്, നിങ്ങൾ 50 പൈസയുടെ കോയിൻ, 1 രൂപയുടെ കോയിനൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് ഡിസ്ക്. ഒരു സർക്കുലാർ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക അതിൻ്റെ സെൻറ്ററിലാണ്. A uniform rod, ഇതാണ് റോഡ്. The center of mass of a rod is located at half the length of the rod. Uniform sphere, ഇതൊരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിലാണ്. A uniform cylinder, this is a cylinder. The center of mass is located at the midpoint of the axis of the cylinder. സിലിണ്ടറിൻ്റെ ആക്സിസ് ആണ്, ആ ആക്സിസിൻ്റെ മിഡ് പോയിന്റിലാണ് സെൻറ്റർ ഓഫ് മാസ്. എ സ്ക്വയർ ലാമിന ഓർ റെക്റ്റാങ്കുലാർ ലാമിന. ലാമിന എന്ന് പറയുകയാണെങ്കിൽ ഒരു ബോഡിയുടെ ലെയറിനെയാണ് നമ്മൾ ലാമിന എന്ന് പറയാം. ഇറ്റ് ഈസ് എ 2-dimensional സർഫസ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലാർ ലാമിന എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ സ്ക്വയർ ലാമിന എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് കേസിലും എവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്? ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ഒരു സ്ക്വയർ ലാമിനയുടെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ് വരിക. ഒരു റെക്റ്റാങ്കുലാർ ലാമിനയുടെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ് വരിക. ഒരു ട്രയാങ്കുലാർ ലാമിനയാണെങ്കിലോ, ഇതാണ് ഒരു ട്രയാങ്കുലാർ ലാമിന. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ്. ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് മീഡിയൻസ് എന്ന് പറയുക. ട്രയാങ്കിളിൻ്റെ 3 മീഡിയൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ആ ട്രയാങ്കുലാർ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ്. അടുത്തത് കോണാണ്. ഒരു കോണിൻ്റെ ബേസ് ആണിത്, കോണിൻ്റെ എപ്പെക്സ് ആണിത്. ബേസിൽ നിന്നും എപ്പെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് h. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ കോൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 1/4 h ഫ്രം ദ ബേസ്. ബേസിൽ നിന്നും എപ്പെക്സിലേക്കുള്ള ഹൈറ്റിൻ്റെ 1/4 ഒരു കോണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. റെക്റ്റാങ്കുലാർ ഓർ ക്യൂബിക്കൽ ബ്ലോക്ക്. ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. When a body is in translational motion, we say it is having a displacement s. റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് എ ബോഡി ഈസ് റൊട്ടേറ്റഡ്. ഈ ചിത്രം നോക്കുക, ബോഡി ആദ്യം ഇവിടെയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പം ബോഡി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാം.
അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ടേമിന് പകരം റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. അതിൻ്റെ യൂണിറ്റ് ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻസ് ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഒബ്ജക്റ്റ് ആദ്യം ഇവിടെയായിരുന്നു, അത് തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തപ്പം അത് ഇവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ്. ആർക്കിൻ്റെ ലെങ്ത് എത്രയാണ്? എസ് ആണ്. അത് മൂവ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? ആറാണ്. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഈക്വൽസ് എസ് ബൈ ആർ, വേർ എസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്, അല്ലെങ്കിൽ S is the distance traveled by the body. R is the radius of the circle along which the body is moving. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ് തീറ്റ ഈക്വൽസ് എസ് ബൈ ആർ. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിക്ക് ലീനിയർ വെലോസിറ്റി ഉണ്ട്. നമ്മൾ വി എന്നാണ് അത് അടയാളപ്പെടുത്തുക. റൊട്ടേഷണൽ മോഷനിൽ ലീനിയർ വെലോസിറ്റിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ വെൻ എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് വി സേ ദാറ്റ് ഇറ്റ് പൊസസ് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ലീനിയർ വെലോസിറ്റിൻ്റെ ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. ട്രാൻസ്ലേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഈക്വൽസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. തീറ്റൻ്റെ യൂണിറ്റ് റേഡിയൻസ് ആണ്, ടൈമിൻ്റെത് സെക്കൻഡും. So unit of angular velocity is radians per second. Angular velocity is a vector quantity. Now we are going to derive a relation between linear velocity and angular velocity. You consider a body rotating about സെറ്റ് ആക്സിസ്. ഒരു ബോഡി എന്ന് പറയുമ്പം അതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പം അതിലുള്ള എല്ലാ പാർട്ടിക്കിൾസും സെറ്റ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ആ ബോഡിയിലുള്ള ഒരു പാർട്ടിക്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. ഇതാണ് ആ പാർട്ടിക്കിൾ പി. ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ പാർട്ടിക്കിൾ പിയും ഈ സെറ്റ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. പിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. ഒമേഗ ഈക്വൽസ് തീറ്റ ബൈ ടി. തീറ്റൻ്റെ വാല്യൂ നമ്മൾ കണ്ടതാണ്. തീറ്റ ഈക്വൽസ് ആർക്ക് ബൈ റേഡിയസ് എന്നാണ്. സോ യു ക്യാൻ റൈറ്റ് ഒമേഗ ഈക്വൽസ് എസ് ബൈ ആർ ബൈ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ ടി ഇൻറ്റു 1 ബൈ ആർ. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. So you can write angular velocity omega equals v by r. V എന്ന് പറഞ്ഞാൽ linear velocity. So you can write linear velocity v equals r omega. Omega is the angular velocity. Vector formula represent ചെയ്യുകയാണെങ്കിലോ, in vector form vector v equals vector omega cross vector r. From this, you can say that the direction of linear velocity is perpendicular to both omega and r. Linear velocity ഒമേഗയ്ക്കും ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, linear velocity is directed along the tangent to the circle described by the particle. ഇതാണ് നമ്മളെ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ പാർട്ടിക്കിൾ ഈ പോയിന്റിലാണെങ്കിൽ അതിൻ്റെ ടാൻജന്റ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഈ ടാൻജന്റ് ആണ് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കാണിക്കുന്നത്.
the linear velocity V is perpendicular to both omega and r and is directed along the tangent to the circle described by the particle. ഒരു റിജിഡ് ബോഡിയിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. A rigid body contains a number of particles. When a rigid body is moving, all the particles of the body will be moving. ഒരു പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആണ് എങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ലീനിയർ വെലോസിറ്റി ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞതാണ്. In pure translational motion, all the particles of the body will have same linear velocity. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? When a body is rotating, all the particles of the body will have same angular velocity. ഒരു ബോഡി റൊട്ടേഷണൽ മോഷനിലാണ് എങ്കിൽ ആ ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. ഇനി ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ബോഡിക്ക് ആംഗുലാർ വെലോസിറ്റി മാത്രമല്ല ഉള്ളത്, ആ ബോഡിക്ക് ലീനിയർ വെലോസിറ്റി ഉണ്ട്. ആ ബോഡിയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ലീനിയർ വെലോസിറ്റി എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുക. V is equal to omega cross r. നിങ്ങൾക്ക് കാണാൻ പറ്റും ആറിൻ്റെ വാല്യൂ മാറുകയാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ലീനിയർ വെലോസിറ്റി മാറും. ഇപ്പോൾ ബോഡിയിലുള്ള ആദ്യത്തെ പാർട്ടിക്കിൾ ഒറിജിനിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയാണ്. ആ ബോഡിയിലെ രണ്ടാമത്തെ പാർട്ടിക്കിൾ ഒറിജിനിൽ നിന്നും r' ഡിസ്റ്റൻസ് അകലെയായിരിക്കും. ഓരോ പാർട്ടിക്കിളും ഒറിജിനിൽ നിന്നും വ്യത്യസ്ത ഡിസ്റ്റൻസുകളിലായിരിക്കും ഉണ്ടാവുക. ഓരോ പാർട്ടിക്കിളിനും ഡിസ്റ്റൻസ് 6 വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ലീനിയർ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് വെൻ എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ്, all the particles of the body will have same angular velocity, but all the particles of the body will have different linear velocity. The direction of angular velocity can be found using right hand rule. എന്താണ് റൈറ്റ് ഹാൻഡ് റൂള്? നിങ്ങൾ വലത്ത് കൈയുടെ ഫിംഗേഴ്സ് റൊട്ടേഷൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ the thumb gives the direction of angular velocity. The direction of angular velocity is the direction in which the thumb of your right hand points when you curl your fingers in the direction of rotation. Body ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ബോഡി ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. നിങ്ങൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ കേൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ the thumb will point in the direction of angular velocity. Angular velocity ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി അതല്ല ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ, the body is rotating in this direction. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ കേൾ ചെയ്യാം. The thumb will give the direction of angular velocity. ബോഡി ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ ആയിരിക്കും. ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. When a body is in translational motion, we say that the body has a linear acceleration. അതിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ലീനിയർ ആക്സിലറേഷൻ A equals velocity by time. V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയാണ്. റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. ഇപ്പോൾ ഒരു ബോഡി റൊട്ടേഷണൽ മോഷനിലാണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് പൊസസ് ആൻ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. അപ്പോൾ എ എന്ന ടേമിന് പകരം റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. എൻ്റെ ഫോർമുല A is equal to V by T ആണ്. വിക്ക് പകരം റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഒമേഗ, ആംഗുലാർ വെലോസിറ്റി.
So angular acceleration is given by alpha equals d omega by dt. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. സോ ദ യൂണിറ്റ് ഓഫ് ആൽഫ ഈസ് റേഡിയൻസ് പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ആൽഫ ഈസ് എ വെക്റ്റർ quantity. Now we are going to derive a relation between linear acceleration a and angular acceleration alpha. We have learned the relation v is equal to r omega. Equation the രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dv by dt equals d by dt of r omega. r കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷ്യലിന്റെ പുറത്തേക്ക് എടുക്കുക. dv by dt equals r into d omega by dt. Velocity by time എന്ന് പറഞ്ഞാൽ acceleration ആണ്. Angular velocity by time എന്ന് പറഞ്ഞാൽ angular acceleration ആണ്. So you can write a is equal to r alpha. So this is the relation between linear acceleration and angular acceleration.